ഞാൻ 2 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ഹസ്ബൻഡ് അറിയാതെയാണ് ഞാൻ ഇവിടെ പ്രയറിന് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ രോഗത്താൽ ഒത്തിരി ഭാരപ്പെട്ടു. ആ സമയത്ത് കുഞ്ഞിനെയും കൂടി ഞാൻ ഇവിടെ വന്നു. പാസ്റ്റർ അന്ന് ആദ്യമായിട്ട് വന്ന സമയത്ത് ഞങ്ങളെ ദൂത് പറഞ്ഞു. ആ ദൂത് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഈ കുഞ്ഞിന് എനിക്കറിയില്ലായിരുന്നു, ഈ കുഞ്ഞിന് ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഈ കുഞ്ഞിന് ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അതുപോലെ അവന് ചെവി കേൾക്കില്ലായിരുന്നു, അവന് ആദ്യമേ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം ഓപ്പറേഷൻ ചെയ്താണ്, കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞാണ് സംസാരിച്ചു തുടങ്ങി. എന്നാലും ഭയങ്കര വിക്കൊക്കെ ആയിരുന്നു കുഞ്ഞിന്. അത് കഴിഞ്ഞപ്പം ഇവന് പഠിക്കാനൊന്നും അറിയില്ല, അവനെല്ലാം മറന്നു പോവുക, ഒന്നും പഠിക്കത്തില്ലായിരുന്നു. 1ാം ക്ലാസ്സിലും ഒക്കെ ചേർത്തു, അവനൊന്നും അറിയില്ല. ഒത്തിരി ഭാരപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് ആ കുഞ്ഞ് മലയാള അക്ഷരങ്ങൾ നന്നായിട്ട് വായിക്കും, ബൈബിള് 2 അധ്യായം വായിക്കും, പാട്ട് പാടും, ഏത് പാട്ടും പഴയ കാര്യങ്ങൾ വരെ ഇപ്പൊ നല്ലതായിട്ട് ഓർമ്മയുണ്ട് അവന്. കൈയടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ബുദ്ധിക്ക് പ്രശ്നമുണ്ട്, അവന് ചെവി കേൾക്കുകയല്ല. അമ്മയ്ക്ക് അതുവരെ അറിയത്തില്ല കൊച്ചിന് ബുദ്ധിക്ക് പ്രശ്നമുണ്ടെന്നും അവന് ചെവി കേൾക്കുകയില്ലെന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ നേരെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് കുഞ്ഞിന് ബുദ്ധിക്ക് ന്യൂനതയുണ്ടെന്നും അവനെ ചെവി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കത്തില്ലെന്നും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത കാര്യം കേൾക്കണ്ടേ? ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നവൻ പഠിക്കുന്ന ക്ലാസ്സിൽ മിടുക്കനായ കുഞ്ഞാണ്. ഒരു മരുന്ന് പോലും ഇല്ലാതെ, ഒരു ടാബ്ലറ്റ് പോലും ഇല്ലാതെ ദൈവം കുഞ്ഞിന് ബുദ്ധി കൊടുത്തു, അവന് കേൾവി കൊടുത്തു. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം ഇന്ന് രാവിലെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് കുഞ്ഞിന് IQ പ്രശ്നമാണെന്ന് അറിഞ്ഞത്. പിന്നെ അവിടെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കുറച്ചേ ചെയ്തുള്ളൂ. പിന്നെ ഇതുവരെ ഞാൻ പോയിട്ടില്ല അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് കോങ്കണ്ണായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, എന്നും തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്പറേഷനും വേണ്ട, കുഞ്ഞിൻ്റെ കണ്ണ് നോർമലായിട്ട് മാറിയെന്ന് പറഞ്ഞു. അടുത്ത സാക്ഷ്യം എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. 7 വർഷമായിട്ട് അവൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഉള്ള ബ്രോക്കർമാർക്കെല്ലാം പൈസ കൊടുത്തു, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. ഒരു ചൊവ്വാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്നു. അന്ന് പാസ്റ്റർ ദൂത് പറഞ്ഞു, നിന്നെ എല്ലാവരും മാറ്റി നിർത്തിയേക്കുമായിരുന്നു, അപ്പം നിനക്ക് കല്യാണം വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ വ്യാഴാഴ്ച, ആ പറഞ്ഞ ദൂത് കഴിഞ്ഞ് വ്യാഴാഴ്ച തന്നെ ഞങ്ങൾ കോന്നിന്നൊരു കല്യാണാലോചന വന്നു. കുഞ്ഞിന് 25 വയസ്സേ ഉള്ളൂ. ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ വിവാഹം ഈ മാസം 28 നല്ല ഭംഗിയായിട്ട്. എല്ലാവരും പറഞ്ഞു അവൻ്റെ കയ്യിൽ 1 രൂപയില്ലായിരുന്നു. 1 രൂപയില്ലാതെ അവൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട്, ഒരു കടം പോലും ഇല്ലാതെ ഭംഗിയായിട്ട് നടത്തി. അതായത് പറയുന്ന പ്രവചനത്തിന് റിസൾട്ട് ഉണ്ട്. ചൊവ്വാഴ്ച പറഞ്ഞ ദൂത് വ്യാഴാഴ്ച നിറവേറുക. ചൊവ്വാഴ്ച പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച് നിർത്തി പറയുക, നിന്നെ എല്ലാവരും തള്ളിയതാ, നിന്റെ വിവാഹം നടക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയാൽ വ്യാഴാഴ്ച വിവാഹം വരുന്നു. 25 വയസ്സുള്ള പെൺകുട്ടി, 10 വയസ്സിന്റെ ഡിഫറൻ്റ് ഉള്ളൊരു പെൺകുട്ടി. സാധ്യത ഒന്നുമില്ല. നിങ്ങൾക്ക് ആങ്ങളെ കാണുമ്പോൾ മനസ്സിലാകും ഇത് ദൈവത്താൽ സംഭവിച്ചാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവാണെങ്കിൽ തികഞ്ഞു മദ്യപാനിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം വരെ ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം പാസ്റ്റർ വന്നു കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഭയങ്കര വെള്ളപടി എന്നെ അടിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ അടിച്ചു, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെ ഡൈവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു, എല്ലാം പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പുള്ളി അറിയാതെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ദൈവം നടത്തിയതാണ് എൻ്റെ കുഞ്ഞിനെ, അതുകൊണ്ട് ഈ ഇവിടെ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി മദ്യപിച്ചില്ല, വീട്ടിൽ കുപ്പി വരെ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു കൊണ്ട് കളയാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് വാഷ് ബേസിൽ കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ഇനിയും തൊട്ട് അവിടെ ആരാധനയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞു, ആരാധനയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇളയ മോന് ഭയങ്കര മൂത്ത മോന് ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ കീബോർഡ് വായിക്കും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ ഇങ്ങോട്ട്. അപ്പം ഹസ്ബൻഡ് എന്നിട്ട് പറഞ്ഞു എല്ലാ ആരാധനയ്ക്കും കുഞ്ഞിനെയും കൊണ്ട് പൊക്കോണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന ദിവസം എല്ലാ പ്രാവശ്യവും ഗൾഫിൽ പോകുമ്പോഴും കാറയിൽ എടുത്തു പൊക്കിക്കൊണ്ടാണ് പോകുന്നത്, വെള്ളം മദ്യപിച്ചിട്ട്. ഇന്ന് ദൈവം ഈ പ്രാവശ്യം പോയി സമ്പൽ സമൃദ്ധമായിട്ട് ദൈവം അവിടെ കൊണ്ട് എത്തിച്ചു. ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് ചെന്നേ പിന്നെ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു ഇനി മേലാ ഞാൻ ഇത് തൊടത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഓരോ കാര്യം. അപ്പോൾ എന്നോട് മെസ്സേജ് ഇട്ട് പറഞ്ഞു, സോറി, ഇനി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്, ഒരു ക്രിസ്തുവിന് വേണ്ടി നമ്മളൊരു ജീവിതം തുടങ്ങുകയാണ്. അതുകൊണ്ട് ദൈവം നല്ല സമ്പൽ സമൃദ്ധമായിട്ട് നടത്തി. പ്രിയരെ, യേശു എത്ര വലിയ ആളല്ലേ. അവർ വിവാഹം കഴിച്ച്, നിങ്ങൾക്ക് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മനസ്സിലാവും, വിവാഹം കഴിച്ച് 15 വർഷമായിട്ട് ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ആ വീട്ടിലുണ്ടായിരുന്നില്ല.
ആളിവിടെ ആരാധനയ്ക്ക് വരുന്നു. നമ്മുടെ ലൈവിൽ ദൂത് കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹത്തോട് വീടിൻ്റെ കാര്യം പറയുന്നു. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ മദ്യപാനിയാണ്, നിന്റെ കത്ത് കൈവശമുണ്ട്, നീ മദ്യപിക്കരുത്. കൃപയാൽ തിരിച്ചു വീട്ടിൽ ചെന്ന് ഇരുന്ന മദ്യം എടുത്ത് ഭാര്യയുടെ കൊടുത്തിട്ട് പറഞ്ഞു, വാഷ് ബേസിന് ഒഴിച്ച് കളഞ്ഞേക്കാൻ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രിയരെ. ഒരാൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ ചലിക്കുന്നൊരു ദൈവത്തിൻ്റെ ശക്തി, അതിൻ്റെ പിൻപിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ കരം. ഈ സഹോദരി ആദ്യം ഇവിടെ ആരാധനയ്ക്ക് വന്നത് ഒളിച്ചും പാത്തും ആരാധനയ്ക്ക് വന്നു. കുഞ്ഞിന് സൗഖ്യം കിട്ടിയപ്പോൾ അവർ പരസ്യമായി ദൈവത്തിന് വേണ്ടി ഇറങ്ങി. ഭർത്താവ് അതുവരെ അറിഞ്ഞില്ല. ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, കൊച്ചിനെ സൗഖ്യമാക്കിയത് യേശുവാണ്, അച്ഛനോട് ആരാധനയ്ക്ക് വരണം. കൃപയാൽ ഈ പ്രാവശ്യം ആൾ ആരാധനയ്ക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് മദ്യപാനം നിർത്തിയിട്ടാണ് തിരിച്ച് ഗൾഫിലേക്ക് പോയത്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു ചുവടെടുത്തു വെച്ചാൽ നിന്നെ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കൂടാരത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ തന്റെ ഇടത്തോടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ എടുത്തു വെക്കുന്ന തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതമായി മാറും.